കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തുവരികയാണ്. 7 ഘട്ടമായി നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ ഇനി തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്ഥാനാർത്ഥികളെല്ലാം പ്രചാരണ തിരക്കിലുമാണ്. മുന്നണികൾ പരസ്പരം കൊമ്പുകോർത്തും സ്വയം ന്യായീകരിച്ചുമൊക്കെ മുന്നോട്ടു പോകുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അതിഗംഭീര വിജയം നേടിയ കോൺഗ്രസ് ആ പ്രതീക്ഷയിലാണ് ഈ തിരഞ്ഞെടുപ്പിനെയും നേരിടുന്നത്. എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയം ഇത്തവണ ഉണ്ടാകില്ലെന്ന വാശിയിലാണ് ഇടതുപക്ഷം. കേരളത്തിൽ ഇത്തവണ താമര വിരിയിക്കുമെന്ന ദൃഢനിശ്ചയത്തിൽ BJPയും പ്രചാരണം കൊഴുപ്പിക്കുന്നുണ്ട്. BJP സ്ഥാനാർത്ഥികൾക്കായി നരേന്ദ്രമോദി തന്നെ രംഗത്തിറങ്ങുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ വയനാട്ടിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്കെതിരെ മോദി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. വയനാട്ടിൽ രാഹുൽ പ്രശ്നങ്ങൾ നേരിടുന്നുവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. അമേഠിയിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്ന രാഹുലിന് വയനാട്ടിലും അതേ അവസ്ഥയാണ്. വയനാട്ടിൽ 26-ന് തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ സുരക്ഷിതമായ മറ്റൊരു സീറ്റ് രാഹുലിനായി കോൺഗ്രസ് പ്രഖ്യാപിക്കുമെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു. മഹാരാഷ്ട്രയിലെ നാന്ദേഡിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: കോൺഗ്രസിന്റെ രാജകുമാരൻ വയനാട്ടിലും പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. അവിടെ ജയിക്കുക എളുപ്പമല്ലെന്ന് രാജകുമാരൻ അറിയാം. ഏപ്രിൽ 26-ന് വയനാട്ടിലെ വോട്ടെടുപ്പിനായി കാത്തിരിക്കുകയാണ് രാജകുമാരനും സംഘവും. അവിടെ വോട്ടെടുപ്പ് പൂർത്തിയായാലുടൻ രാജകുമാരന് സുരക്ഷിതമായ മറ്റൊരു സീറ്റ് പ്രഖ്യാപിക്കുമെന്നും മോദി പറഞ്ഞു. വോട്ടെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വോട്ടർമാർ ഇന്ത്യ മുന്നണിയെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞതായും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. ഇന്ത്യ മുന്നണിയെ ആര് നയിക്കുമെന്നത് വോട്ടർമാർക്കൊരു ധാരണയുമില്ല. സത്യത്തിൽ ആരാണ് നയിക്കുന്നതെന്ന് ആ മുന്നണിയിലെ നേതാക്കൾക്ക് പോലും അറിയില്ലെന്നും മോദി പരിഹസിച്ചു. 25% സീറ്റുകളിലും ഇവർ പരസ്പരം മത്സരിക്കുന്നുണ്ട്. പരസ്പരം വിശ്വാസമില്ലാത്ത ഇവരെ രാജ്യം എങ്ങനെ വിശ്വസിക്കുമെന്നും മോദി ചോദിച്ചു. ചില ആളുകൾക്ക് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പോലും ധൈര്യമില്ല. അതുകൊണ്ടാണ് അവർ രാജ്യസഭയിലേക്ക് പോയതെന്നും സോണിയാഗാന്ധിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു.